രാക്ഷസ പ്രണയം. രചന പ്രണയിനി രാഖി. അവതരണം അഷിക. ക്ലാസ് കഴിഞ്ഞ് മിസ് പോയതും പറയച്ചു, എന്തിനാ പ്രിൻസിപ്പൾ വിളിച്ചേ? എടാ, അത് നമ്മൾ ഇന്റർവ്യൂവിന് പോയില്ലേ, അതിലെന്നെ സെലക്ട് ചെയ്തെന്ന് മെസ്സേജ് വന്നത് സാർ നേരിട്ട് പറയണമെന്നാ പറഞ്ഞത്. ആണോ മോളെ ഐഷു, നീയുണ്ട്. എന്താടി? ഒന്നുമില്ല. എന്തിനാ എന്നെ സെലക്ട് ചെയ്തേ? എന്തായാലും നമുക്ക് ഒരുമിച്ച് കിട്ടിയല്ലോ, സമാധാനം. അപ്പോഴേക്കും പ്രിൻസിപ്പൽ ക്ലാസ്സിലേക്ക് കയറി വന്നു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ഓൾ. സിറ്റ്. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതാ. എല്ലാവരും എന്താന്നുള്ള ആകാംക്ഷയിൽ നോക്കി. വേറൊന്നുമല്ല, നിങ്ങളൊരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തില്ലേ, അതിൽ കുറച്ചുപേരെ സെലക്ട് ചെയ്തതായി മെയിൽ വന്നിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ നിന്ന് 3 പേരുണ്ട്, ബാക്കിയുള്ളവർ അടുത്ത ക്ലാസ്സിൽ നിന്നുണ്ട്. 20 പേരിൽ നിന്നും 5 പേരെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. പേര് വിളിക്കുന്നവർ എൻ്റെ ഓഫീസിലേക്ക് വരണം. അഹല്യ, ഐശ്വര്യ, ധന്യശേഖർ. പിന്നെ അഹല്യ പോയി അടുത്ത ക്ലാസ്സിലെ മാനുവലിനെയും കൃതികയെയും വിളിച്ചോണ്ട് വാ. ബാക്കി 2 പേരും എൻ്റെ പുറകെ ഓഫീസിലേക്ക് പോരും. ഓ, ഇവളും ഉണ്ടോ? നീ ഒന്നും മിണ്ടാതിരി ഐഷു, ഞാൻ അവരെ വിളിച്ചിട്ട് വരാം, നീ നടന്നു. ശരി. പിന്നെ അവളെന്തെങ്കിലും പറഞ്ഞ് ഞാൻ വന്നു പറഞ്ഞേക്കാം. ഓ, അത് നീ എന്താന്ന് വെച്ചാ ചെയ്യും. അതും പറഞ്ഞച്ചു അടുത്ത 2 പേരെ വിളിക്കാൻ പോയി. ധന്യശേഖർ ഇരുവരുടെയും ശത്രുവാണ്. അച്ചുവിനെ എങ്ങനെയെങ്കിലും തോപ്പിക്കണമെന്ന് വിചാരിച്ചു നടക്കുന്നവൾ. കൂടാതെ അവിടുത്തെ MLA മകളുമാണ്. അതിനാൽ അതിന്റെ അഹങ്കാരവും ഉണ്ട്. ധന്യ അച്ചുവിനെ പോലെ പഠിപ്പിച്ചാണ്, പക്ഷെ റാങ്ക് വരുമ്പോൾ അച്ചു ആയിരിക്കും ടോപ്പ്. അതിനാൽ പ്രിൻസിപ്പലിന് കൂടുതൽ സ്നേഹവും അച്ചുവിനോടാണ്. ഇതെല്ലാം കൊണ്ട് ധന്യക്ക് അച്ചുവിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അച്ചുവിന് ആരോടും ശത്രുതയില്ല. പക്ഷെ അച്ചുവിനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ധന്യ വേദനിപ്പിക്കും. അത് ഐഷുവിന് പിടിക്കില്ല. അച്ചുവിനെ എന്തെങ്കിലും പറഞ്ഞ ഐഷു വെറുതെ നോക്കി നിൽക്കില്ല. ഐഷു കൊടുത്ത പണി കഴിഞ്ഞ് ഒരാഴ്ചത്തെ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞാൽ ധന്യ വന്നേക്കുന്നത്. അതെന്താന്നല്ലേ വഴിയെ പറയാം. ഐഷു പ്രിൻസിപ്പലിന്റെ പുറത്തേക്ക് നടന്നു. ഡി. പുറകിൽ നിന്നും വിളി കേട്ടതും ഐഷുവിന്റെ മുഖം ചുവന്നു. എന്താടി MLA മോളെ? ഈ ലാസ്റ്റ് എക്സാം നിന്റെ അച്ഛൻ എഴുതില്ല. പന്ന മോളെ, എന്റെ അച്ഛനെ നീ എന്തെങ്കിലും ചെയ്ത നേരത്തെ തന്നതിനേക്കാൾ കൂടിയായിട്ട് ഞാനങ്ങ് തരും, പറഞ്ഞേക്കാം. നീ നോക്കിക്കോ ഐശ്വര്യ, അഹല്യ ലാസ്റ്റ് എക്സാം എഴുതില്ല. അത് എഴുതിയാലല്ലേ അവൾ ടോപ്പ് എത്തത്തുള്ളൂ. അങ്ങനെ എന്നെ തോപ്പിച്ചിട്ട് അവൾ എത്തണ്ട. നമ്മൾ തമ്മിലുള്ളത് എക്സാമിന് കാണിക്കരുത് തന്നെയാ. അതൊരാളുടെ സ്വപ്നമാണ് നീ തകർക്കാൻ നോക്കുന്നത്. ഇത് നിനക്ക് ശാശ്വതമല്ല. നീ പോടി, നീ കണ്ടു. അപ്പോഴേക്കും പ്രിൻസിപ്പൽ ഓഫീസിലെത്തിയിരുന്നു. അച്ചു മാനുവലിനെയും കൃതികയെയും കൂട്ടിക്കൊണ്ടുവന്നിരുന്നു. പ്രിൻസിപ്പലിന്റെ റൂമിന് പുറത്തു നിൽക്കുന്ന ഐശ്വര്യയെ കണ്ട് അച്ചു ചോദിച്ചു, ഐഷു, നിന്റെ മുഖം എന്താ കടന്നൽ കുത്തിയ പോലെ ഇരിക്കുന്നേ? ഒന്നുമില്ല, മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു. ധന്യയായിട്ട് വാക്ക് തീർക്കുണ്ടായോ നീ? ആ, എനിക്ക് തോന്നി. എന്തിനാടാ? പിന്നെ അവൾ എന്നെ ചൊറിയാൻ വന്നു. അപ്പൊ പിന്നെ മിണ്ടാതിരിക്കാനേ ഞാൻ നീയല്ല. ഓ എന്റെ പൊന്നോ, നമിച്ച്. അവൾക്കിട്ടുള്ള അടുത്ത പണി നീ ഇപ്പോഴേ കരുതിയിട്ടുണ്ടാവും എനിക്കറിയാം. നീ വാ, ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം. നീ മുത്താണ്. അവൾ അതും പറഞ്ഞ് പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് കയറി. നിങ്ങൾ 5 പേരും ഇരിക്കും. എല്ലാവരും അടുത്ത കണ്ട ചെയറിലിരുന്നു. ഈ മാസം എന്തായാലും എക്സാം കഴിയുമല്ലോ. അടുത്ത മാസം 5-ാം തീയതി ജോയിൻ ചെയ്യാനാണ് അവിടെ നിന്ന് മെയിൽ അറിയിച്ചിരിക്കുന്നത്. പിന്നെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ നിങ്ങൾ നൽകിയിട്ടുള്ള മെയിലിലേക്ക് അയക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ കോപ്പി എടുത്തിട്ട് വേണം ജോയിൻ ചെയ്യാൻ പോകാൻ. അവരവരുടെ പൊസിഷനൊക്കെ അവിടെ ചെന്നിട്ട് MD തീരുമാനിക്കും. പിന്നെ അഹല്യാൻ തന്നെ പ്രത്യേകം പറയണ്ടല്ലോ, നന്നായി പഠിച്ച് റാങ്ക് മേടിക്കണം. 2 പേരിലുമാണ് ഈ കോളേജിന്റെ പ്രതീക്ഷ. യെസ് സർ. ഓക്കെ, അപ്പൊ നിങ്ങൾ പൊക്കോളൂ. എല്ലാവരും പ്രിൻസിപ്പൽ റൂമിൽ നിന്നും പുറത്തേക്ക് പോന്നു. പുറത്തേക്ക് വന്ന മാനുവൽ ഐഷുവിനെയും അച്ചുവിനെയും പരിചയപ്പെട്ടു നേരെ ക്ലാസ്സിലേക്ക് പോയി. കൃതിക പിന്നെ ധന്യയുടെ വാലിന്റെ പുറകെ പോയി. അവർ ക്ലാസ്സിൽ പോട്ടെ, നമുക്ക് നായികയും കൂട്ടുകാരെയും പരിചയപ്പെടാം. അഹല്യ രാമകൃഷ്ണൻ. അഹല്യയുടെ ഒരു സാധാരണ കുടുംബമാണ്. അച്ഛൻ രാമകൃഷ്ണൻ, അമ്മ വൈദേഹി രാമകൃഷ്ണൻ. അച്ഛനൊരു കൂലിപ്പണിക്കാരനായിരുന്നു. അന്നൊന്ന് കിട്ടുന്ന വരുമാനത്തിൽ ആ കുടുംബം സന്തോഷത്തോടെ കഴിഞ്ഞുപോയിരുന്നു. രാമകൃഷ്ണൻ ഒരു അനിയത്തി ഉണ്ടായിരുന്നു, കൃഷ്ണവേണി. 19ാമത്തെ വയസ്സ് ആരുടെ കൂടെ ഒളിച്ചോടിപ്പോയി. രാമൻ പെങ്ങളെന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. ഒരു മകളെപ്പോലെയായിരുന്നു രാമൻ നോക്കിയിരുന്നത്. അതിനാൽ ഈ ഒരു പ്രവൃത്തി രാമനെ കൂടുതൽ തളർത്തി. കൃഷ്ണവേണി കാണാൻ അതിസുന്ദരിയായിരുന്നു, അതുപോലെ നർത്തകിയുമായിരുന്നു. മകൾ പോയതിന് പിന്നാലെ രാമന്റെ അച്ഛൻ പത്മനാഭൻ, അമ്മ രമാദേവിയും തകർന്നുപോയി. മകള് പോയി പിറ്റേ ദിവസം സങ്കടം സഹിക്കവയ്യാതെ അറ്റാക്ക് വന്നാണ് അദ്ദേഹം മരണപ്പെട്ടത്. അച്ഛന്റെ മരണത്തിൽ താൻ ജീവന് തുല്യം സ്നേഹിച്ച പെങ്ങളാണെന്നറിയുകയും അവളോട് രാമന് വെറുപ്പും തോന്നി.
ഇനി തനിക്ക് ഇങ്ങനൊരു പെങ്ങളില്ലെന്നും ഇനി അവളെ അന്വേഷിക്കില്ലെന്നും അച്ഛന്റെ ചിതയിൽ മുമ്പിൽ അയാൾ സത്യം ചെയ്തു. അതുകൂടിയായത് രമാദേവി തളർന്നു വീണു. 6 മാസം ഒരേ കിടപ്പിൽ കിടക്കുകയും ചെയ്തു. ആ സമയത്താണ് അമ്മ രാമനോട് വിവാഹം കഴിക്കണമെന്ന് പറയുന്നത്. അമ്മയും കൂടി പോയാൽ നിനക്ക് ആരും ഉണ്ടാവില്ല രാമ, അതിനാൽ നീ വിവാഹം കഴിക്കണം. ബ്രോക്കർ കൊണ്ടുവന്ന് ആദ്യ ആലോചന പോയി കാണാൻ തീരുമാനിച്ചു. ഒരൊറ്റ നോട്ടത്തിൽ തന്നെ വൈദേഹിയെ രാമൻ ഇഷ്ടപ്പെട്ടു. വൈദേഹിക്ക് ഒരു സഹോദരൻ മാത്രമേ ഉള്ളൂ, വൈശാഖ്. അച്ഛനും അമ്മയും നേരത്തെ മരിച്ചു പോയിരുന്നു. സഹോദരനാണ് വളർത്തിയതും പഠിപ്പിച്ചതുമല്ല. അധികം ബന്ധുക്കളൊന്നുമില്ലാത്തതിന് വേഗം കല്യാണം നടത്തി. വൈദേഹിയുടെ കല്യാണം കഴിഞ്ഞ് കുറച്ചു നാളുകൾ കഴിഞ്ഞ് വൈശാഖ് ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയെ വിവാഹം ചെയ്തു. ചെറിയ രീതിയിൽ ഒരമ്പലത്തിൽ പോയായിരുന്നു താലികെട്ട്. ഇതിനെല്ലാം രാമനായിരുന്നു കൂട്ടുനിന്നത്. എന്നിരുന്നാലും പെങ്ങളുടെ വിയോഗം ഒരു നോവായി ഇന്നുമുണ്ട്. അടുത്തയാൾ ഐശ്വര്യ കൃഷ്ണകുമാർ. ഐശുവിന്റെ ഒരു സാധാരണ കുടുംബമാണ്. അച്ഛൻ കൃഷ്ണകുമാർ ഒരു കൃഷി ഓഫീസറാണ്. അമ്മ മാലതി വീട്ടമ്മയാണ്. ഒരനിയനുണ്ട്, അശ്വന്ത് കൃഷ്ണകുമാർ. ആൾ +1 പഠിക്കുന്നു. അവൻ സ്വന്തം ചേച്ചിയേക്കാൾ അച്ചുവിനെയാണ് കൂടുതൽ ഇഷ്ടം. അത് ഐശുവിനും അറിയാം. അവളാണ് അവനെ വളർത്തിയത്. ഐശുവിന്റെ അച്ഛനും കുഞ്ഞുനാൾ മുതലേ കൂട്ടുകാരാണ്. ക്ലാസ് കഴിഞ്ഞ് അച്ചുവും ഐഷും വീട്ടിലേക്ക് പോകുന്നു. എടി, വീട്ടിലേക്ക് കയറിയിട്ട് പോടി. ഇല്ലടാ, അമ്മ നോക്കിയിരിക്കുമായിരിക്കും. അമ്മയ്ക്കിപ്പോ നീ കാണാൻ വരാതെ തന്നെ നല്ല വിഷമമുണ്ട് കേട്ടോ. മനഃപൂർവ്വം അല്ലടാ, നിനക്കറിയാലോ. അറിയാടാ, നിനക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലെങ്കിൽ വൈദ്യു അമ്മയോട് പറഞ്ഞൂടെ? എന്തിനാ നീ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യവും ഇല്ലാതെ? അമ്മയ്ക്കറിയാടാ, പക്ഷെ അച്ഛൻ മരിക്കുമ്പോ പറഞ്ഞ വാക്കാടാ. എടാ, അത് നിനക്കറിയാലോ. അയാളല്ലേ പറഞ്ഞത് ഇങ്ങനൊരു കാര്യം അച്ഛൻ പറഞ്ഞതായി? അയാള് തന്നെയല്ലേ പറഞ്ഞത്? ഇല്ലടാ, അച്ഛൻ മരിക്കുമ്പോ എന്നോടും പറഞ്ഞിരുന്നു. അച്ഛനൊരു ചെറുക്കനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് അവരോട് പറഞ്ഞിട്ടുണ്ടെന്ന് മോള് സമ്മതിക്കണമെന്ന്. എന്നിൽ നിന്ന് അച്ഛൻ സത്യം ചെയ്ത് വാങ്ങി. ഞാൻ സത്യം ചെയ്യും അച്ഛൻ പോയടാ. അതാരായെന്ന് പോലും എനിക്കറിയില്ല. സിദ്ധുവേട്ടൻ പറഞ്ഞപ്പോഴാ അച്ഛൻ കണ്ടെത്തിയിരിക്കുന്നതെന്ന് സിദ്ധുവേട്ടനാണെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങനെ സിദ്ധുവേട്ടനെ കാണാൻ സാധിക്കില്ലടാ. ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു ഫീല് വന്നിട്ടില്ല. അച്ഛയുടെ ആഗ്രഹമല്ലേ, അതാ ഞാനും സമ്മതിച്ചേ. സിദ്ധുവായിട്ട് പോയപ്പോഴല്ലേ അന്ന് രാമച്ചൻ ആക്സിഡന്റ് ഉണ്ടായത്? അതെ. അപ്പൊ രാമച്ചൻ മാത്രം അത് എത്രയും ക്രിട്ടിക്കലായത്? സിദ്ധുവിന് എന്തുകൂടെ ഒരു പോറൽ പോലും പറ്റിയില്ല. എനിക്കെന്തോ അയാളെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തൊക്കെയോ അയാൾ നിങ്ങളിൽ നിന്നും മറക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് രാമച്ചന്റെ ആക്സിഡന്റ് സിന്ധുവിന് എന്തോ പങ്കുള്ളത് പോലെ. നീ എന്തൊക്കെയാ പറയുന്ന യേശു? സത്യമാടാ പറയുന്നേ. എനിക്ക് അന്നേ ഒരു സംശയം ഉണ്ടായിരുന്നു. നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നീയുമായി കല്യാണം ഉറപ്പിച്ചതിന് ശേഷം നിന്നെ കോളേജിലല്ലാതെ എന്തിന് എന്റെ വീട്ടിൽ വരുന്നത് പോലെ അയാൾ തടഞ്ഞില്ലേ? എന്തുകൊണ്ടാ? എനിക്കറിയില്ലടാ. എന്തൊക്കെയോ രഹസ്യം സിദ്ധുവിനെ ഒളിപ്പിക്കുന്നുണ്ട്. അതാ ഞാനും പറയുന്നത്. നീ ഒന്നും രാമച്ചന്റെ മുറിയിലൊന്ന് നോക്ക്, എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. ഞാൻ നോക്കാടാ. അച്ഛൻ ആ ടൈമിലൊക്കെ എന്തോ ടെൻഷൻ ഉള്ളത് പോലെ തോന്നിയിരുന്നു. നീ എന്നാ പോയിക്കോ. ഇനി ഇവിടെ നിന്ന് സംസാരിച്ചതിന് വഴക്കേൽക്കേണ്ടി വരും. ഇപ്പൊ തന്നെ വൈദ്യമ്മ ഒരു 100 വട്ടം വിളിച്ചിട്ടുണ്ടാവും നീ വന്നോന്നറിയാൻ. ശരിയടാ, ബൈ. പിന്നെ അച്ചു, നിനക്ക് ജോലി കിട്ടിയാൽ നിന്നെ വിടുവോ അയാള്? വിടുവെന്നാ പറഞ്ഞേ. ഇതെല്ലാം കേട്ട അവന്റെ ആ നീലക്കണ്ണുകൾ രക്തവർണമായി, മുഖമെല്ലാം വലിഞ്ഞു മുറിഞ്ഞു. ആ സമയം അവനൊരു രാക്ഷസനായി മാറിയിരുന്നു. ആ റൂമിലുണ്ടായിരുന്ന സകല സാധനങ്ങളും അടിച്ചു തകർത്തു. എന്നിട്ടും അവന്റെ ദേഷ്യം കുറഞ്ഞിരുന്നില്ല. കബോർഡിൽ നിന്ന് ഒരു വോഡ്ക എടുത്ത് വായിലേക്ക് കമഴ്ത്തി. പതിയെ അവളുടെ മുഖം മനസ്സിലേക്ക് കടന്നു വന്നു. അതുവരെ ഉണ്ടായിരുന്ന ദേഷ്യം എങ്ങോട്ടോ പോയി മറഞ്ഞത് അവൻ അറിഞ്ഞു. നിനക്ക് മാത്രമേ എന്നിലെ ദേഷ്യത്തെയും എന്നിൽ ജ്വലിക്കുന്ന അഗ്നിയും ആവാഹിക്കാൻ സാധിക്കുകയുള്ളൂ ബേബി ഡോ. എന്നിലെ താപത്തെ ഉൾക്കൊള്ളാൻ നിനക്കേ കഴിയും. നീ എന്നിലേക്ക് എത്താൻ ഇനി അധികം ദൂരമില്ല ബേബി ഗേൾ. ഒരിക്കലും നിന്നെ എന്നിൽ നിന്നും അകറ്റാൻ സമ്മതിക്കില്ല. അതിനു മുതിർന്ന അവരുടെ അന്തിമ. വീട്ടിലെത്തിയത് വൈദ്യു എന്തോ കാര്യമായി എന്തോ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഉണ്ണിയപ്പോ അണച്ചു. രമച്ചേച്ചിയുടെ മകളും മരുമോനും വരുന്നുണ്ട്. ആണോ? ഉണ്ണിക്കുട്ടൻ മോനുണ്ടോ? വന്നപ്പോ തന്നെ നിന്നെ ചോദിച്ചു. കോളേജിൽ പോയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? എന്നാ ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം. ചായ കുടിച്ചിട്ട് പോ. ഇല്ലമ്മേ, ഒന്ന് കണ്ടിട്ട് വരാം. കുറെ ആയില്ലേ ഉണ്ണിയെ കണ്ടിട്ട്, ഓടുന്ന ഇടയിൽ പറഞ്ഞു. ശരി. അച്ചു ചെല്ലുമ്പോ ഉണ്ണിക്കുട്ടൻ മുറ്റത്ത് കളിക്കുന്ന തിരക്കിലാണ്. ഉണ്ണിക്കുട്ടാ,
അച്ചു ഓടിച്ചെന്ന് അവനെ പൊക്കിയെടുത്തൊന്ന് കറക്കി. അച്ചു! അവളെ മനസ്സിലായതുപോലെ കുഞ്ഞിക്കണ്ണുകൾ വിടർത്തി ചിരിച്ചുകൊണ്ട് വിളിച്ചു. അമ്മയച്ചനെന്തേ? അമ്മ അച്ഛ അകത്തുണ്ട് അച്ചു. ഉണ്ണിക്കുട്ടനെ ഇവിടെ ഇരുത്തി അവിടെ റൂമിൽ കയറി റൊമാൻസിക്കുവാ. ആ, നമുക്ക് അവരുടെ റൊമാൻസ് തകർത്തു കൊടുക്കാം. ഉണ്ണി എടുത്തുകൊണ്ട് അച്ചു ചോദിച്ചു. അവൻ തലയാട്ടി കാണിച്ച് ചിരിച്ചു. വാ. അച്ചു ഉണ്ണിയെയും കൊണ്ട് അകത്തേക്ക് കയറി. നിമ്മി ചേച്ചി! അടഞ്ഞു കിടക്കുന്ന വാതിലിൽ കൊട്ടിക്കൊണ്ട് വിളിച്ചു. കുറച്ചു കഴിഞ്ഞ് വാതിൽ തുറന്നു. ആഹാ, അച്ചുവോ? നീ പോന്നു? വാതിൽ തുറന്ന ഉടനെ നിമ്മി ചോദിച്ചു. ഞാനിപ്പോ എത്തിയുള്ളൂ ചേച്ചി. അല്ല, അരുൺ ചേട്ടാ ഇവിടെ വന്നില്ലേ? വന്നടാ. ഇപ്പൊ അമ്മ പറഞ്ഞിട്ട് എന്തോ കടയിൽ മേടിക്കാൻ പോയപ്പോ. ആഹാ, നീ വാ ഉണ്ണിക്കുട്ട, താഴെ ഇരുന്ന് കളിക്കാട്ടോ, നിമ്മി പറഞ്ഞു. ആ അമ്മേ. അപ്പോഴേക്കും അടുക്കളയിൽ നിന്നും രമ വന്നു. ആഹാ, മോളെപ്പോ വന്നു? ഇപ്പൊ വന്നുള്ളൂ രമയമ്മേ. ഇതാണ് രമയമ്മയുടെ കുടുംബം, അതായത് അച്ചുവിന്റെ അയൽവാസി. രമയമ്മ ഇങ്ങോട്ട് താമസം മാറിയിട്ട് 9 കൊല്ലം ആയിട്ടുള്ളൂ. രമയമ്മയുടെ ഭർത്താവ് കുമാരൻ ആളൊരു മിലിറ്ററി സോൾജിയർ ആയിരുന്നു. ഒരു മകൾ, അതാണ് നിമിത കുമാരൻ. നിമിതയുടെ 13-ാം വയസ്സ് കാശ്മീരിൽ തീവ്രവാദിയുടെ വെടിയേറ്റ് മരണമടഞ്ഞു. രമയമ്മയും കുമാരനേട്ടനും കോട്ടയത്തായിരുന്നു താമസിച്ചിരുന്നത്. കുമാരേട്ടന്റെ മരണശേഷം തൃശ്ശൂർ, അതായത് ചെമ്മംഗലത്തേക്ക് ഇവർ താമസം മാറിയിരുന്നു. കുമാരന്റെ മരണത്തെ തുടർന്ന് ലോൺ എടുത്തു വെച്ച വീട് വിറ്റ് കടവും തീർത്ത് ഇവിടെ ഒരു കുഞ്ഞു വീട് വാങ്ങി താമസം തുടങ്ങി. അങ്ങനെയാണ് അച്ചുവിന്റെ ഫാമിലിയെ പരിചയപ്പെടുന്നത്. നിമ്മിച്ചേച്ചി 10ൽ പഠിക്കുമ്പോഴാണ് അരുണേട്ടനെ കാണുന്നത്. അന്ന് അരുണേട്ടൻ +2 പഠിക്കുമായിരുന്നു. ഒരേ സ്കൂളിൽ. ചേട്ടൻ ചേച്ചിയോടുള്ള ഇഷ്ടം തുറന്നു പറയുന്നത്. പിന്നെ രണ്ടും കൂടി പ്രേമവുമായി. ചേച്ചി പിന്നെ ഒന്നും രമയമ്മയിൽ നിന്നും മറച്ചു പിടിച്ചിട്ടില്ല. അരുണേട്ടനോടുള്ള ഇഷ്ടവും ചേച്ചി രമയമ്മയോട് പറഞ്ഞു. സമയമാകുമ്പോൾ നടത്തിത്തരാമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ രണ്ടുപേരും ലൈസൻസ് കിട്ടിയ പോലെയായിരുന്നു നടപ്പ്. 20 വയസ്സ് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞില്ല, അപ്പോഴേക്കും അരുണേട്ടൻ ചേച്ചിക്ക് പണി കൊടുത്തു. അതാണ് ഈ മുതൽ ഉണ്ണി. ശരിക്കും പേര് ദൃഷ്ടനാഥ്. കുറുമ്പനാണ്. ആൾക്ക് 2 വയസ്സേ കഴിഞ്ഞിട്ടു. അരുണേട്ടൻ ഇപ്പൊ ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. കൂടുതലൊന്നും എനിക്കറിയില്ല, ചേച്ചിക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ലീവ് കിട്ടുമ്പോൾ ഇങ്ങോട്ട് വരും. എനിക്കും അരുണേട്ടൻ സ്വന്തം ചേട്ടായിയെ പോലെയാണ്. അരുണേട്ടന് തിരിച്ച് അതുപോലെ തന്നെ കുഞ്ഞി പെങ്ങളാണ്. അരുണേട്ടൻ ഒറ്റ മോനാണ്. അച്ഛൻ അശോകൻ, അമ്മ ജയന്തി. രണ്ടുപേരും ഇപ്പൊ ജീവനോടെ ഇല്ല. ഉണ്ണി ജനിച്ച് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവരൊരു യാത്ര പോയതാണ്. ഒരു കാർ ആക്സിഡന്റിൽ അവർ മരിച്ചു. അപ്പോഴേക്കും അരുണേട്ടൻ കയറി വന്നു. അമ്മേ, ഇത് മതിയോ? ആ മോനെ, മതി. ആഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ കുഞ്ഞി? ഓ, ഇപ്പോഴെങ്കിലും എന്നെ ഒന്ന് കണ്ടല്ലോ, സമാധാനം. അതെന്നാ പറച്ചില്ല എന്റെ കുഞ്ഞി? അച്ചുവിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് അരുൺ ചോദിച്ചു. അച്ചുവിന്റെ മുഖത്ത് പുച്ഛം മാത്രം. ഓ, ആയിക്കോട്ടെ, പുച്ഛിച്ചു. അപ്പൊ ഇത് വേണ്ടല്ലോ എന്റെ കുഞ്ഞിക്ക്? ഡയറി മിൽക്കിന്റെ വലിയ പാക്കറ്റ് കാണിച്ചുകൊണ്ട് അരുൺ ചോദിച്ചു. അത് കണ്ടത് അച്ചു ചിരിച്ചു. അയ്യോ, എന്റെ മോൾ കഷ്ടപ്പെട്ട് ചിരിക്കണ്ട. അങ്ങനെ പറഞ്ഞൂടോ താരുണേട്ടാ. ഇല്ല മോളെ, നിനക്കിനോട് വലിയ പുച്ഛമായിരുന്നില്ലേ? എപ്പോ? ആഹാ, നീ റൂട്ട് മാറ്റണ്ട. നിനക്ക് ഞാനിത് തരൂല, എന്റെ മോനുള്ളത്. ഓ, ആയിക്കോട്ടെ, നമുക്കിതൊക്കെ മേടിച്ചു തരാൻ ആളുണ്ടാകും കേട്ടാ. അതിന് നിനക്ക് ആളുണ്ടല്ലോ. അത് കേട്ടതും അവളുടെ മുഖം മാറി. ഇത് ശ്രദ്ധിക്കാതെ ഇരുന്ന അരുണിനെ നിമ്മി കണ്ണുകൊണ്ട് അച്ചുവിനെ കാണിച്ചു കൊടുത്തു. സോറി മോളെ, ചേട്ടായി കളിപ്പിക്കാൻ പറഞ്ഞതല്ലേ. അത് സാരമില്ല ചേട്ടായി. അവൾ ഒരുവിധം ചിരിച്ചു. അത് വിട്. നിന്റെ ക്ലാസ് കഴിഞ്ഞില്ലേ? ആ, ഈ വീക്ക് കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എക്സാം ആണ്. അരുണൊന്നും മൂളി. ആ ജോബ് കിട്ടിയോ നിനക്ക്? എന്തെങ്കിലും വിവരം? ആ, അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. പ്രിൻസിപ്പൾ പറഞ്ഞായിരുന്നു. പോകുമ്പോ അപ്പോയിന്റ്മെന്റ് ലെറ്റർ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ എന്തു പറഞ്ഞു? സിദ്ധുവേറിന് കുഴപ്പമില്ല, പൊയ്ക്കോന്ന് പറഞ്ഞിട്ടുണ്ട്. DK അല്ലേ? അതെ, ലോകമെമ്പാടും പടർന്നു നടക്കുന്ന ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ തലവനാണ് ഈ DK. പക്ഷെ ഇതുവരെ പബ്ലിക്കായിട്ട് ഇറങ്ങി ചെന്നിട്ടില്ല. എന്തിനു പറയുന്നു, ആർക്കും തന്നെ DK അറിയില്ല. പക്ഷെ പേടിയാണ്. ബിസിനസ്സിലൊരു വിളിപ്പേരുണ്ട്. അതെന്താ? അച്ചു ആകാംക്ഷയോട് ചോദിച്ചു. രാക്ഷസൻ. രാക്ഷസനോ? അതെന്താ അങ്ങനെ ഒരു വിളിപ്പേര്? അത് DKയുടെ അച്ഛൻ. ഹീസ് എ ഡെവിൾ. അദ്ദേഹത്തിൽ നിന്നും പിറവിയെടുത്താണ് ഈ DK. സോ സ്വഭാവം സെയിം തന്നെ. അച്ഛനേക്കാൾ ഒരു പിടി മുന്നിലാണ് DKയുടെ ദേഷ്യം. ആരെ കൊണ്ട് അവതരിപ്പിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. സ്വന്തം അമ്മയ്ക്ക് പോലും? അച്ചു ചോദിച്ചു. അതെ, ദേഷ്യം വന്നാ പിന്നെ
ഡിക്ക് ഒരു രാക്ഷസനായി മാറും. ചോര കണ്ടു മതി വരാതെ വേട്ടയ്ക്കിറങ്ങുന്നു ദ റിയൽ മോൺസ്റ്റർ. രക്തദാഹിയായ ഡ്രാക്കുള എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ. അച്ചു അത് കേട്ടതും അറിയാതെ ഒന്ന് ഉമിനീരിറക്കി. പേടിപ്പിക്കല്ലേ എറിഞ്ഞേട്ടാ, ആ പേര് കേൾക്കുമ്പോ തന്നെ കൈകാലുകൾ ഇറക്കുന്നു. നീ എന്തിനാ കുഞ്ഞ് പേടിക്കുന്നേ? പിന്നെ പേടിക്കില്ലേ? ഇതൊക്കെ ചേട്ടായിക്ക് എങ്ങനെ അറിയാം? അച്ചുവിന്റെ ചോദ്യം കേട്ടത് അരുണൊന്ന് പതറി. അത് ബാംഗ്ലൂർ ഇതൊക്കെ ഉള്ളു കേൾക്കാൻ. അങ്ങോട്ടേക്കല്ലേ നീ വരാൻ പോകുന്നത്, അപ്പോ ഇതിനപ്പുറം കേൾക്കും. ആണോ? അല്ല, അപ്പൊ എങ്ങനെയാ ഈ മോൺസ്റ്ററെ കണ്ടെത്തുന്നേ? ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് മോളെ, പക്ഷെ അതാ കണ്ണുകളെ ആണെന്ന് മാത്രം. കണ്ണുകളോ? അതെ, ദ റിയൽ മോൺസ്റ്റർക്ക് ബ്ലൂ ഐസ് ആണ്. വേട്ടക്കിറങ്ങുമ്പോഴേ അത് കാണും. അതുവരെ ലെൻസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ചിലപ്പോ നമ്മളിൽ ഒരാളായി ഉണ്ടാവും കൂട്ടത്തിൽ. പിന്നെ മോളൊന്നും കൊണ്ടും പേടിക്കണ്ട. മോൺസ്റ്റർ ഇതുവരെ ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ല. പെണ്ണെന്ന വർഗത്തെ ഇഷ്ടമല്ല, ഒരാളെ ഒഴികെ. അമ്മയായിരിക്കും അല്ലേ? അതെ. അപ്പൊ ഈ പേര് വെച്ച് മോൺസ്റ്ററിനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇല്ല മോളെ, പേരിന്റെ ഫുൾ നെയിം പോലും ആർക്കും അറിയില്ല. ആകെ അറിയാവുന്ന DK, അത്രേ ഉള്ളൂ. പിന്നെ അധികം താമസിക്കാതെ DK വരുമെന്ന് പറയുന്നുണ്ട്. പേടിപ്പിക്കല്ലേ ചേട്ടായി, അല്ലെങ്കിലേ പേടിയാ. ഇപ്പൊ ഇതും കൂടി. DKയിലാണെന്ന് അറിയാവുന്ന കൊണ്ടായിരിക്കും സിദ്ധു നിന്നെ വിടുന്നത് പോലും. അറിയില്ല, ജോലിക്ക് പോയിക്കോന്ന് പറഞ്ഞു. എവിടെയാണെന്ന് ചോദിച്ചപ്പോ DK എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ പൊക്കോളാൻ സമ്മതിച്ചു. പിന്നെ മോളെ, ഈ വേഷമൊക്കെ മാറ്റണം കേട്ടോ. അതെന്താ? അത് കേരളമല്ല, ബാംഗ്ലൂരാണ്. കുറച്ച് മോഡേൺ ഡ്രസ്സൊക്കെ ഇടണം. ഇല്ലെങ്കിൽ ഈ ധാവണി കൊടുത്ത് അങ്ങോട്ട് പോയാലേ പിന്നെ മോളുടെ പുറകെ പൂവാലന്മാരുടെ ശല്യമായിരിക്കും കേട്ടാ. പിന്നെ സിദ്ധു ഈ ജോലിയും വേണ്ട നോക്കും. അയ്യേ, മോഡലെന്ന് പറഞ്ഞ ഈ ശരീരമൊക്കെ കാണിക്കുന്ന ഡ്രസ്സല്ലേ, എനിക്ക് വേണ്ട. ആര് പറഞ്ഞു? കുറച്ച് ജീൻസ്, ഷർട്ട്, ബനിയൻ അങ്ങനെയൊക്കെ എടുത്തോ. നിമ്മി വരും, നീ പോകുമ്പോ പറഞ്ഞാ മതി, അവൾ എടുത്തു വരും. ഇല്ലേ നിമ്മി? പിന്നല്ല. അല്ല, നിമ്മി ചേച്ചി എന്താ ഞെട്ടാത്തെ? ഒരു പ്രാവശ്യം ഞാൻ ഞെട്ടി, ഇനി വീണ്ടും വീണ്ടും ഞെട്ട എനിക്ക് വട്ടല്ല. അപ്പൊ ചേച്ചിക്ക് അറിയാമായിരുന്നോ? ഇങ്ങേരവിടെ എപ്പ ജോലിക്ക് കയറിയോ അന്ന് മുതൽ കേൾക്കുന്നത്. ആണോ? അരുൺ അതേന്ന് തലയാട്ടി. കുഞ്ഞി, പിന്നെ പോസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, അവിടെ ചെല്ലുമ്പോ മാത്രമേ അറിയൂ. എന്നാ ഞാൻ പോവാ ചേട്ടായി, സമയം ഒരുപാടായി. ഉണ്ണിക്കുട്ട, രമയമ്മേ, പോവാണേ. ഉണ്ണിക്കുട്ടന് വേണ്ടി ഉണ്ണിയപ്പം വൈദമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് വരണേ. ഉണ്ണിയുടെ കവളിൽ ഉമ്മ വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു. ബാക്കി ഭാഗം നാളെ ഇതേ സമയം. കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനായി മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.